ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോ +2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ സോളിഡ്സ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു, പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ. മാത്സ് തുടങ്ങിയിട്ടില്ലായിരുന്നു ഇതുവരെ. നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ അല്ല, ഏതാണ്? രണ്ടാമത്തെ ചാപ്റ്റർ. കാരണം എന്തുകൊണ്ടായിരിക്കും? ഇത് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ അല്ലെ. നമുക്കറിയാം ട്രിഗ്നോമെട്രി നമ്മൾ ഓൾറെഡി +1 പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ തന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എടുക്കാം. പക്ഷെ അത്രയും ടഫ് അല്ല. ട്രിഗ്നോമെട്രി നമ്മൾ +1 പഠിച്ച അത്രയും ടഫ് അല്ല ഏത് പഠിക്കാൻ? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി പഠിക്കാൻ. സോ അതുകൊണ്ടാണ് ഒരു ഈസി ആയിട്ടുള്ള ചാപ്റ്റർ തന്നെ ആദ്യം എടുത്തിരിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളെല്ലാം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ. കുറെ യൂട്യൂബിൽ ഫേക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഏതാ 4-ാം തീയതി വരും, 10-ാം തീയതി വരും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കറക്റ്റ് ഒന്നും അല്ല, കാര്യമുള്ള കാര്യമില്ല. കാരണം ഇപ്പം നോക്കുന്നത് റിസൾട്ട്, അതായത് ചെക്ക് ചെയ്യുന്നത് എന്ത് ചെയ്തിരിക്കുക, ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി സ്കൂള് തുറന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ചെക്ക് ചെയ്യത്തുള്ളൂ. സോ റിസൾട്ട് ഒരിക്കലും 4-ാം തീയതി ഒന്നും വരത്തില്ല. അതൊക്കെ നമുക്ക് വിട്ടേക്കാം. നമുക്ക് നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് മാത്സ് ആണ്. മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തത്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പാർട്ട് 1 ആദ്യത്തെ എക്സസൈസും പാർട്ട് 2 രണ്ടാമത്തെ എക്സസൈസുമാണ് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഒന്നുകൂടി ടെൻഷൻ വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ശ്രദ്ധിച്ച് കേട്ടിരുന്ന് നോട്ട് എഴുതി എടുക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചാപ്റ്ററിന്റെ പേരെന്താ? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. അപ്പൊ സാധാ ട്രിഗ്നോമെട്രി അല്ല, ഇൻവേഴ്സ് ആണ്. ട്രിഗ്നോമെട്രിയുടെ ഇൻവേഴ്സ്. എന്താണ് ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും അറിയാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്നാണ് അല്ലെ. എന്നായിരുന്നു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ +1 അല്ലെങ്കിൽ 10-ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒന്നാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഏതൊക്കെയാ മക്കളെ? 6 എണ്ണം ഉണ്ട്. 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് sin x, രണ്ടാമത്തെ ഏതാ? cos x, മൂന്നാമത്തെ ഏതാ? tan x, നാലാമത്തത് cosec x, 5 sec x, 6 cot x. ഈ 6 എണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. പക്ഷേ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ട്രിഗ്നോമെട്രി അല്ല. ഇവിടെ പഠിക്കാൻ പോകുന്നത് ഏതാ? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. അപ്പൊ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? അപ്പൊ ആദ്യമേ അറിയണം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്. ഈ TF എന്ന് ഉദ്ദേശിക്കുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്നാണ്. TF എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അപ്പൊ നോക്കിയേ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അതും അതുപോലെ തന്നെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ നോക്കിയേ. ഒന്നാമത്തെ എന്ന് പറയുന്നത് sin x ന് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഇൻവേഴ്സ് എന്ന് കൊടുക്കും. അതുകൊണ്ടാണ് ഇതിന്റെ പേര് എന്ത് വന്നത്? ഇൻവേഴ്സ് എന്ന് പറയാൻ കാരണം. അപ്പൊ sin x ന് പറയുന്നത് sin ഇൻവേഴ്സ് x. അപ്പൊ cos x ന് പകരം എന്തായിരിക്കും? cos x ന് പകരം cos ഇൻവേഴ്സ് x. അടുത്ത ഏതാ? tan x. അപ്പൊ tan x ന് പകരം എന്തായിരിക്കും? tan ഇൻവേഴ്സ് x. അറിയാലോ, ഈ 3 എണ്ണമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മൾ 10-ാം ക്ലാസ്സിൽ സ്റ്റേറ്റിൽ പഠിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ എല്ലാം റെസിപ്രോക്കൽ ഉണ്ട്. സൈന്റെ റെസിപ്രോക്കൽ ഏതാ? സൈന്റെ റെസിപ്രോക്കൽ cosec ഇൻവേഴ്സ് x. സൈന്റെ റെസിപ്രോക്കൽ ഏതാ? cosec ഇൻവേഴ്സ്. അപ്പൊ കോസിന്റെ റെസിപ്രോക്കൽ ഉണ്ടായിരിക്കുമല്ലോ. കോസിന്റെ റെസിപ്രോക്കൽ ഏതാ? sec ഇൻവേഴ്സ് x അല്ലെ. അങ്ങനെ വേറെയും കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. sec ഉണ്ട്, അതിനുശേഷം ഏതാ? sec ഇൻവേഴ്സ് x, അതിനുശേഷം tan ഇൻവേഴ്സ് x ഉണ്ട്. tan ഇൻവേഴ്സ് x-ന്റെ റെസിപ്രോക്കൽ ഉണ്ട് അല്ലെ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഏതാ? cot ഇൻവേഴ്സ് x. ഇവിടെ നമുക്കറിയാലോ ടാന്റെ റെസിപ്രോക്കൽ ഏതാ? cot ആണ്. സൈന്റെ റെസിപ്രോക്കൽ ഏതാ? cosec ആണ്. പിന്നെ കോസിന്റെ റെസിപ്രോക്കൽ ഏതാ? sec. ഇതാണ് റെസിപ്രോക്കൽസ്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഏത്? സൈൻ ഇൻവേഴ്സിന്റെ റെസിപ്രോക്കൽ cosec, കോസ് ഇൻവേഴ്സ് x-ന്റെ റെസിപ്രോക്കൽ sec, tan ഇൻവേഴ്സ് x-ന്റെ റെസിപ്രോക്കൽ cot ഇൻവേഴ്സ് x. അപ്പൊ ഇതൊക്കെയാണ് റെസിപ്രോക്കൽ. അപ്പൊ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഏതൊക്കെയാന്ന് പഠിച്ചു. 6 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് മെയിൻ ആയിട്ട് അറിയാനുള്ളത് ഇതിന്റെ ഡൊമൈനും റേഞ്ചും. എന്തുകൊണ്ടാണ് ഡൊമൈനും റേഞ്ചും അറിയണം എന്നുള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് അറിഞ്ഞാലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? ഇതിന്റെ ഡൊമൈനും റേഞ്ചും. ഏതാ? ഈ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. അതിന്റെ എല്ലാം ഡൊമൈനും റേഞ്ചും നോക്കാം. മക്കളെ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 6 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും അതിന്റെ ഡൊമൈനും റേഞ്ചും. ഇത് പഠിക്കാനൊക്കെ ഇച്ചിരി പാടാ, കറക്റ്റാ. പക്ഷെ നമ്മുടെ ഏതിൻ്റെ അകത്തുണ്ട്? നമ്മുടെ നമ്മളെല്ലാം സഹായിക്കുന്ന ഒരു പുസ്തകമില്ല നമുക്ക്. ഏതാ? ലോഗരിതം ടേബിൾ എന്ന് പറയും. ആ ലോഗരിതം ടേബിൾ ഏത് കിടപ്പുണ്ട്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും നോക്കാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിന്റെ അകത്ത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടത് ഡൊമൈൻ അല്ല, റേഞ്ച് ആണ്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേണ്ടതാ ഡൊമൈൻ അല്ല, ഏതാണ്? റേഞ്ച്. ഇപ്പൊ നിങ്ങൾക്ക് ഡൊമൈൻ അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ
ചാപ്റ്ററിൽ ഡൊമൈൻ അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നോക്കിയേ, ആദ്യത്തെ സാധനം ഏതാ? ആദ്യത്തത് സൈൻ ഇൻവേഴ്സ് എക്സ്. ആദ്യത്തെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ്. പിന്നെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്. ആർക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ? എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ആണ് ഡൊമൈൻ. കണ്ടോ, ഇവിടെ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? -1 to 1, -1 തൊട്ട് 1 വരെ. അപ്പൊ ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഡൊമൈൻ. പക്ഷെ കിട്ടുന്ന വാല്യൂ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഡൊമൈന്റെ കിട്ടുന്ന വാല്യൂ ഏതൊക്കെയാ? -π/2 to π/2. എവിടം വരെയാ കിട്ടുന്നത്? -π/2 to π/2. റേഞ്ച് എന്ന് പറയുന്നത് കിട്ടുന്ന വാല്യൂ. എക്സ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? കൊടുക്കുന്ന വാല്യൂ. റേഞ്ച് എന്ന് പറയുന്നത് കിട്ടുന്ന വാല്യൂ. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എത്രയാ? -π/2 to π/2. π/2 എന്ന് പറഞ്ഞാൽ 90. അപ്പൊ -90 to 90 ആണ് ആരുടെ? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ. അതേപോലെ പക്ഷെ അതിനെ നമ്മൾ എന്തിലോട്ടേ കൺവേർട്ട് ചെയ്യത്തുള്ളൂ? നമ്മൾ റേഡിയനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 90 എന്നുള്ള എന്താവും? -π/2. ഇതെന്താവും? +π/2. ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അതും ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്ത് നോക്കിയാൽ സൈൻ ഇൻവേഴ്സ് എക്സ് കഴിഞ്ഞിട്ട് അടുത്ത ഏതാ? കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെയും ഡൊമൈൻ അത് തന്നെയാ, -1 to 1. പക്ഷെ അത് നമുക്ക് അറിയേണ്ട നിർബന്ധമില്ല. ഇനി നോക്കിയാൽ റേഞ്ച് റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെ? 0 to π. 0 തൊട്ട് π എന്ന് പറഞ്ഞാൽ ഏതാ? 180 വരെ. 180 എന്ന് പറഞ്ഞാൽ π. 0 to π. അപ്പം ആദ്യത്തെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -π/2 to π/2. കോസ് ഇൻവേഴ്സ് എക്സിന്റെ എത്രയാ? 0 to π. ആ സമയത്ത് ടാൻ ഇൻവേഴ്സ് എക്സോ? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6. ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നോക്കിയേ, റേഞ്ച് നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സ് പോലെ അതേ റേഞ്ച് തന്നെയാ, -90 to 90. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ അല്ല കൊടുക്കുന്നത്, ഓപ്പൺ ഇന്റർവെൽ. ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 90 ഇൻക്ലൂഡഡ് ആണോ? അല്ല, 90 ഇൻക്ലൂഡഡ് അല്ല. 90യും -90യും ഇൻക്ലൂഡഡ് അല്ല. അതിന് ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് ഇൻക്ലൂഡഡ്. ആ സമയത്ത് കോട്ട് ഇൻവേഴ്സ് എക്സ് നോക്കിയേ. കോട്ട് ഇൻവേഴ്സ് എക്സ് അതിന്റെ ഡൊമൈനും എത്ര തന്നെയാ? ടാൻ ഇൻവേഴ്സ് എക്സ് പോലെ തന്നെ 6. റേഞ്ചോ 0 to π. 0 to π എന്ന് പറഞ്ഞാൽ 0 to 180. π എന്ന് പറഞ്ഞാൽ 180. 0 to π. പക്ഷെ ഇവിടെയും എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് ഇന്റർവെൽ ആണോ? അല്ല, ഓപ്പൺ ഇന്റർവെൽ. അതായത് 0യും അല്ല, പൈയും ഇൻക്ലൂഡഡ് അല്ല. ഇത് പഠിച്ചു വെക്കേണ്ടതാണേ. അടുത്ത് നോക്കിയാൽ മക്കളെ, കൊസീക് ഇൻവേഴ്സ് എക്സ്. കൊസീക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ r -1. r -1 to 1. അതായത് ഡൊമൈൻ നമുക്ക് പഠിക്കണോ? വേണ്ട. നമ്മൾ പഠിക്കേണ്ട ഏതാ? റേഞ്ച് ആണേ. ഇപ്പൊ റേഞ്ച് നോക്കിയേ. റേഞ്ച് ഏതാ? -π/2 to π/2 -0. അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ അതേ ഡൊമൈൻ തന്നെ, റേഞ്ച് തന്നെ. പക്ഷെ അതിനകത്ത് എന്ത് ഇൻക്ലൂഡഡ് അല്ല? 0 ഇൻക്ലൂഡഡ് അല്ല. സൈൻ ഇൻവേഴ്സ് എക്സ് എന്നതാ? -π/2 to π/2. പക്ഷെ ഇവിടെ വരുമ്പോ എന്താവും? -0. 0 ഇൻക്ലൂഡഡ് ആണോ? 0 ഇൻക്ലൂഡഡ് അല്ല. ആ സമയത്ത് സീക്ക് ഇൻവേഴ്സ് എക്സോ? ഇതേപോലെ തന്നെ ഏതാ? റേഞ്ച് 0 to π അല്ലെ? സീക്കിന്റെ റെസിപ്രോക്കൽ അല്ലേ കോസ്? കോസ് ഇൻവേഴ്സ്. അപ്പൊ കോസ് ഇൻവേഴ്സ് എക്സിന്റെ നോക്കിയേ. കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാലും 0 to π തന്നെ. പക്ഷെ ഇവിടെ എന്തല്ല? π/2 ഇൻക്ലൂഡഡ് അല്ല. അതിനിടയ്ക്ക് വരുന്ന ഒരു വാല്യൂ ആണ് π/2. അപ്പൊ π/2 ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ സിമ്പിൾ ആണ്. ഒന്നും ഓർത്ത് വെക്കണം. ഇത് ഓർത്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കറക്റ്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എത്രയായിരുന്നു? -π/2 to π/2 അല്ലെ? -π/2 to π/2. കോസ് ഇൻവേഴ്സ് എക്സിന്റെയോ? കോസ് ഇൻവേഴ്സ് എക്സിന്റെ എന്നായിരുന്നു? കോസ് ഇൻവേഴ്സ് എക്സിന്റെ -π/2 ആണോ? അല്ല, ഇവിടെ എന്നതാ? 0 to π അല്ലെ? 0 to π. ഇത് തന്നെയാണ് ആർക്കും? കൊസീക്കിനും. കൊസീക് ഇൻവേഴ്സ് എക്സിനും -π/2 to π/2 തന്നെയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ. -π/2 to π/2 എന്ത് ഇൻക്ലൂഡഡ് അല്ല? 0 ഇൻക്ലൂഡഡ് അല്ല. ഇവിടെ നോക്കിയേ, ഇവിടെ 0 ഇൻക്ലൂഡഡ് അല്ല. അതേപോലെ തന്നെ കോസിന്റെ റെസിപ്രോക്കൽ ഏതാ? സീക്ക് ഇൻവേഴ്സ് എക്സിലും എന്തില്ല? 0 to π തന്നെ ഉണ്ട്. പക്ഷെ എന്തില്ല? ഇതിനിടയ്ക്ക് വരുന്ന ഒരു വാല്യൂ ഇല്ല. ഏതാ? π/2 ഇല്ല. ഇനി അടുത്ത ടാൻ ഇൻവേഴ്സ് എക്സോ? ടാൻ ഇൻവേഴ്സ് എക്സ് എന്നതാ? ഇത് തന്നെയല്ലേ? ഏതാ? ടാൻ ഇൻവേഴ്സ് എക്സ് -π/2 to π/2. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ക്ലോസ്ഡ് ഇന്റർവെൽ ആണോ? അല്ല, ഇവിടെ എന്നതാ? ഓപ്പൺ ഇന്റർവെൽ. അതിന്റെ അർത്ഥം -π/2 ഇല്ല, +π/2 ഇല്ല. കോട്ട് ഇൻവേഴ്സ് എക്സോ? കോട്ട് ഇൻവേഴ്സ് എക്സിനും ഇതേപോലെ തന്നെ 0 to π. 0 to π. മനസ്സിലായല്ലോ? ഇവിടെയും ഓപ്പൺ ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ അല്ല. മനസ്സിലായല്ലോ? ഡൊമൈനും റേഞ്ചും അറിയണം. ഡൊമൈനും റേഞ്ചും അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാം ഒന്നുമല്ല, ചിലയിലൊന്നും ഡൊമൈനും റേഞ്ചും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അറിഞ്ഞു വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നോക്കിയേ, ആദ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നോക്കിയേ, ഇപ്പം സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിന്റെ റെസിപ്രോക്കൽ ഏതാ? കൊസീക്ക. അപ്പൊ നമ്മൾ എന്ത് എഴുതും? കൊസീക് ഇൻവേഴ്സ് എക്സ് എന്നാണ് എഴുതുന്നത്. 1/x എന്ന് എഴുതും. കൊസീക് ഇൻവേഴ്സ് 1/x. തിരിച്ചു എഴുതാം. തിരിച്ചെന്നതാ? കൊസീക് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? സൈൻ ഇൻവേഴ്സ് 1/x. സൈൻ ഇൻവേഴ്സ് 1/x. അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് കൊസീക്കിന്റെ റെസിപ്രോക്കൽ ആണ് ഇത് സൈൻ ഇൻവേഴ്സ്. ഇപ്പൊ നോക്കി ഒരു ഉദാഹരണം കാണിച്ചു തരാം. എക്സാമ്പിൾ നോക്കി. ഇപ്പൊ ഞാൻ ഇങ്ങനെ നടക്കുന്നത്.
കൊസീക് ഇൻവേഴ്സ് 2 എന്നാണ് ക്വസ്റ്റ്യൻ. കൊസീക് ഇൻവേഴ്സ് 2 നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ അറിയത്തില്ല. കൊസീക് ഇൻവേഴ്സ് 2 കണ്ടുപിടിക്കാനാണ് ചോദ്യം. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ അറിയത്തില്ല. നമ്മളപ്പോ അതിനെ കൺവേർട്ട് ചെയ്യും. കൊസീക്കിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? സൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ എത്രയാവും? സൈൻ ഇൻവേഴ്സ് റെസിപ്രോക്കൽ എടുക്കണം, 1/x ആക്കണം. അപ്പൊ 2 എന്നുള്ള എന്താവും? സൈൻ ഇൻവേഴ്സ് 1/2 എന്നാവും. സൈനിന്റെ ഏത് വാല്യൂവിനാണ് 1/2? സൈൻ 30ക്കാണ് 1/2 അല്ലെ? സൈൻ 30. അപ്പൊ 30 ഡിഗ്രി എന്ന് എഴുതണം. അല്ലെങ്കിൽ 30 ഡിഗ്രി നമ്മൾ എങ്ങനെ എഴുതും? π/6. അതൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഇത് എഴുതുന്ന രീതി മനസ്സിലായപ്പോ ക്വസ്റ്റ്യൻ കൊസീക് ഇൻവേഴ്സ് 2 എന്നാണെങ്കിൽ നേരെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? സൈൻ ഇൻവേഴ്സ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് എന്താ? 2 എന്നുള്ളത് അകത്ത സാധനം എന്താവും? തിരിയും, 1/2 എന്നാവും. ഒരു ഉദാഹരണം കാണിച്ചു തരാം, തിരിച്ചു ആക്കാവേ. അപ്പം സൈൻ ഇൻവേഴ്സ് √3/2 എന്നാവും. അപ്പൊ √3/2 നമുക്ക് അറിയാം ഡയറക്റ്റ്. ഇപ്പൊ ഇതിനെ തിരിക്കുമ്പോൾ എന്താവും? കൊസീക് ഇൻവേഴ്സ് എന്നാക്കുവാണെങ്കിൽ എന്താവും? √3/2 എന്താവും? 2/√3. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കേണ്ടത്. ഇത് ഒന്നാമത്തെ പോയിന്റ് ആണ്, ഇത് ഓർത്തിരിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് x ഈക്വൽ ടു എന്താ? കൊസീക് ഇൻവേഴ്സ് 1/x. ഈ പോയിന്റ് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. രണ്ടാമത്തെ അപ്പൊ സൈൻ ഇൻവേഴ്സ് x കഴിഞ്ഞു. അടുത്ത ഏതാ? ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു സാധനം കൂടെ എഴുതാം, സീക്ക് ഇൻവേഴ്സ് x. സീക്ക് ഇൻവേഴ്സ് x നമുക്ക് എങ്ങനെയാക്കാം? കോസിന്റെ ടേംസ് എഴുതാലോ, കാരണം കോസും സീക്കും ആണ് റെസിപ്രോക്കൽ അല്ലെ? കോസ് ഇൻവേഴ്സ് x എന്താവും? 1/x ആവും. ഇനി തിരിച്ചു എഴുതാം. കോസ് ഇൻവേഴ്സ് x നമുക്ക് എങ്ങനെ എഴുതാം? സീക്കിന്റെ ടേംസിൽ സീക്ക് ഇൻവേഴ്സ് x സ്ഥാനത്ത് എന്താവും? 1/x. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം? ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞാലുള്ള നമുക്ക് പ്രോബ്ലം വൃത്തിക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ അത് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. അപ്പൊ നോക്കി, ഇതിന്റെ വെച്ചിട്ടുള്ള എക്സാമ്പിൾ ഏതാ? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അപ്പൊ നോക്കി, ഒരു ഉദാഹരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ നടക്കുന്നത്, സീക്ക് ഇൻവേഴ്സ് 2/√3 നടക്കുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ നമുക്ക് പക്ഷെ ഇതിനെ കൺവേർട്ട് ചെയ്യാലോ കോസിന്റെ ടേംസിൽ. കൺവേർട്ട് ചെയ്യുമ്പോൾ 2/√3 എന്നുള്ളത് തിരിഞ്ഞു കഴിയുമ്പോൾ എന്താവും? √3/2 ആവും അല്ലെ? 2/√3 തിരിക്കുമ്പോൾ എന്താവും? √3/2. കോസിന്റെ, അതായത് സീക്കായിരുന്നു തന്നിട്ടുള്ളത്, അതിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി? കോസ് ആക്കി. കോസിന്റെ ഏത് വാല്യൂനാ? √3/2. നമുക്കറിയാം കോസ് 30ക്കാണ് √3/2 അല്ലെ? കോസ് 30 ആണ് √3/2. √3 എന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ എന്തെഴുതും? 30 എന്നുള്ളത് π/6. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കൺവേർട്ട്. ഇപ്പൊ ഈ 2 പോയിന്റ് ഓർത്ത് വെക്കുക. ഇനി വേറെണ്ണം കൂടെ ഉണ്ട്, അതേതാ? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും അല്ലെ? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഏതാണ് മൂന്നാമത്തത്? ടാൻ ഇൻവേഴ്സ് x. ടാൻ ഇൻവേഴ്സ് x നമുക്ക് എങ്ങനെ എഴുതാം? കോട്ടിന്റെ ടേംസിൽ കോട്ട് ഇൻവേഴ്സ് 1/x എന്ന് എഴുതാൻ പറ്റും. തിരിച്ചു എഴുതാം അല്ലെ? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഓർത്തേണ്ട, ടാൻ ഇൻവേഴ്സ് x നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് ഇൻവേഴ്സ് 1/x. ഇനി തിരിച്ചു എഴുതാം. കോട്ട് ഇൻവേഴ്സ് x നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ ടാൻ എന്നുള്ളത് കോട്ടാക്കി, ഇപ്പൊ തിരിച്ചു കോട്ട് എന്നുള്ളത് എന്താക്കാം? ടാനും ആക്കാം. ടാൻ ഇൻവേഴ്സ് എന്താക്കാം? 1/x. മനസ്സിലായല്ലോ? ഇതൊക്കെ ഓർത്ത് വെക്കുക. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഉദാഹരണം നോക്കി, ടാൻ ഇൻവേഴ്സ് ഓട്ടെ, ടാൻ ഒക്കെ നമുക്ക് അറിയാവുന്നതല്ലോ. തിരിച്ച് ക്വസ്റ്റ്യനിൽ കോട്ട് ഇൻവേഴ്സ് ആണെന്ന് വെച്ചോ, കോട്ട് ഇൻവേഴ്സ് √3 എന്നാന്ന് വെച്ചോ, കോട്ട് ഇൻവേഴ്സ് √3. എനിക്ക് ഇതിന്റെ വാല്യൂ അറിയത്തില്ല, പക്ഷെ എനിക്ക് ഞാൻ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യും. ടാൻ ഇൻവേഴ്സ് √3 എന്നുള്ള എന്താവും? അപ്പം 1/√3 ആവും. തിരിക്കുമല്ലേ? താഴോട്ട് ഇറക്കിയിരുന്നു. √3 താഴോട്ട് ഇറക്കുമ്പോൾ √3 താഴെയാവും. പിന്നെ മുകളിൽ എന്താ? വെറുതെ കിടക്കാൻ പറ്റത്തില്ല. √3 നമുക്ക് √3/1 എന്ന് എഴുതാം. തിരിക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1/√3. ടാന്റെ ഏത് വാല്യൂനാണ് 1/√3? നമുക്കറിയാം ടാൻ 30 ആണ് 1/√3. അപ്പൊ 30 എന്ന് പറഞ്ഞാൽ എത്രയാ? 5/6. റേഡിയനിലുള്ള എഴുതാവുള്ളൂ, ഡിഗ്രി മെഷേഴ്സിൽ എഴുതാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം ഓർത്ത് വെക്കുക. ബോക്സിൽ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാ? ബോക്സിൽ എഴുതിയിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് x എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സ് 1/x. അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട് ഇൻവേഴ്സ് 1/x. കോസ് ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് ഇൻവേഴ്സ് 1/x. തിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ച് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കിയാൽ വേറെയും കുറെ എന്താണ്ട് ഇങ്ങനത്തെ കുറെ ഐഡന്റിറ്റീസ് നമ്മൾ കാണാൻ പഠിക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ നോക്കിയാൽ വേറൊരു കേസില് സൈൻ ഇൻവേഴ്സ് എക്സും അടുപ്പിച്ച് വന്നു. സൈനും സൈൻ ഇൻവേഴ്സ് എക്സും കൂടെ അടുപ്പിച്ച് വന്നാൽ എന്ത് ചെയ്യാം? നമുക്ക് നേരെ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ എന്താവും? എക്സ് എന്നാവും. കണ്ടോ? സൈനും സൈൻ ഇൻവേഴ്സും അടുപ്പിച്ച് എവിടെ കണ്ടാലും എന്ത് ചെയ്തേക്കണം? വെട്ടിക്കളഞ്ഞു എക്സ്. ഇപ്പൊ തിരിച്ചു എഴുതാം. ഇപ്പൊ സൈൻ ഇൻവേഴ്സ് വെളിയിൽ വന്നത്. അപ്പൊ നേരത്തെ സൈൻ അല്ലായിരുന്നു വെളിയിൽ, ഇപ്പൊ സൈൻ ഇൻവേഴ്സ് വെളിയിൽ, സൈൻ അകത്ത്, ബാക്കി എന്നാണ്ട് എക്സ്. ഇവിടെ എത്ര തന്നെയായിരിക്കും? എക്സ്. സൈനും സൈൻ ഇൻവേഴ്സും വെട്ടിപ്പോയില്ലേ, ബാക്കി എന്നാണ്ട് എക്സ്. ഞാൻ അടുത്ത് നോക്കി, ഇതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിലോ, കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിലോ, കോസ് ഇൻവേഴ്സ് വെട്ടിപ്പോത്തില്ലേ, ബാക്കി എന്നാവും? എക്സ് എന്നാവും. തിരിച്ചു ആവാം. കോസ് ഇൻവേഴ്സിനെ നമുക്ക് എന്താക്കാം? കോസിന്റെ ടേംസിലും എഴുതാം. അകത്ത് കോസ് ഇൻവേഴ്സും അകത്ത് കോസും വെളിയിൽ കോസ് ഇൻവേഴ്സും വന്നാൽ എന്ത് തന്നെയാ? എക്സ്. അപ്പൊ ഇതുപോലെ എല്ലാം എഴുതാവേ. വേറെ ഏതാ? ടാൻ. അപ്പൊ ടാൻ വന്നു. ടാൻ വെളിയിൽ, അകത്ത് ടാൻ ഇൻവേഴ്സ് എക്സ്. ആൻസർ എത്ര തന്നെയാ? എക്സ്. കാരണം ടാൻ ഇൻവേഴ്സും ടാനും വെട്ടിപ്പോയി. ഇത് തിരിച്ചു ആവാലോ. ടാൻ ഇൻവേഴ്സ് വെളിയിൽ, അകത്ത് ടാൻ എക്സ്. ആൻസർ എത്ര തന്നെയാ? ടാനും ടാൻ ഇൻവേഴ്സും കൂടെ വെട്ടിപ്പോയി. അകത്ത് എത്ര കിട്ടി? വെളിയിൽ എത്ര കിട്ടി? എക്സ്. ഇനി തിരിച്ച് കൊസീക് ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ് എത്ര തന്നെയാ? കൊസീക് ഇൻവേഴ്സ് എക്സ് കൂടെ പോയി അല്ലെ? കൊസീക് ഇൻവേഴ്സും പോയി, ബാക്കി എന്നതാ? എക്സ് മാത്രം. ഇനി തിരിച്ചു ആവാലോ. കൊസീക് ഇൻവേഴ്സ് അകത്തെന്നതാ? കൊസീക് ഇൻവേഴ്സ് അകത്തെന്നതാ? കൊസീക് വന്നു, കൊസീക് എക്സ്.
കൊസീക്കും കൊസീക്ക് ഇൻവേഴ്സും പോയി ബാക്കി എന്നതാ എക്സ്. തിരിച്ച് ബാക്കി രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഏതൊക്കെയാ? സീക്കും കോട്ടും. അപ്പൊ സീക്ക് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. സീക്ക് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ്, സീക്കും സീക്ക് ഇൻവേഴ്സും പോയി ബാക്കി എന്നതാടാ എക്സ്. തിരിച്ചും പറയാലോ, സീക്ക് ഇൻവേഴ്സ് അകത്ത് തന്നെ ഉണ്ട് സീക്ക് എക്സ്, സീക്കും സീക്ക് ഇൻവേഴ്സും പോയി ബാക്കി എന്നാ ഉണ്ട് എക്സ് മാത്രം. ലാസ്റ്റത്തെ എല്ലാവർക്കും അറിയാം, ഞാൻ തന്നെ പറയണമെന്ന് ഒരാവശ്യമില്ല. കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്നതാ കോട്ടും കോട്ട് ഇൻവേഴ്സും പോയി ബാക്കി എക്സ്. ലാസ്റ്റത്തെ കോട്ട് ഇൻവേഴ്സ് കോട്ട് എക്സ് അല്ലെ, കോട്ട് ഇൻവേഴ്സും കോട്ട് എക്സും പോയി എത്രയാ? എക്സ്. കണ്ടോ? അപ്പൊ എല്ലാത്തിനും ഒറ്റ ആൻസർ ആണ് എക്സ്. അപ്പൊ അകത്ത് ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേണേലോ. അപ്പൊ ഇങ്ങനെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. സൈൻ ഇൻവേഴ്സ് സൈൻ π/3, സൈൻ ഇൻവേഴ്സ് സൈൻ π/3. എന്താ? സൈനും സൈൻ ഇൻവേഴ്സും കൂടെ വെട്ടിപ്പോയി ബാക്കി ഉണ്ട് π/3. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ എല്ലാം വാല്യൂ റേഞ്ചിനുള്ളിൽ വരുന്നതാണോ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ? സൈൻ ഇൻവേഴ്സ് സൈൻ π/3 എന്നായിരുന്നു. അതിനകത്ത് സൈനും സൈൻ ഇൻവേഴ്സും വെട്ടിപ്പോയി ബാക്കി ഉണ്ട് π/3. പക്ഷെ ഈ π/3 എന്നുള്ള റേഞ്ചിലാ, സൈന്റെ റേഞ്ചിലാ. സൈന്റെ റേഞ്ച് ഏതാ? -π/2 to π/2 അല്ലേ? ക്ലോസ് ഇന്റർവെൽ ആണേ. അതായത് π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാ. 60 ഡിഗ്രിയുടെ ഇടയ്ക്ക് വരുന്നതല്ലേ? 60 ഡിഗ്രിക്ക് ഇടയ്ക്ക് വരുന്നതാണല്ലോ. അതുകൊണ്ട് പ്രശ്നമില്ല. അല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വീണ്ടും 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 കൺവേർട്ട് ചെയ്യും. അതെല്ലാം നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറെയും കുറച്ച് ഇനി ഒരു ചെറിയ കാര്യങ്ങളും കൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അടുത്ത ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, അകത്ത് മൈനസ് വരും. അകത്ത് മൈനസ് വന്നാൽ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ പ്ലസ് ആയിരുന്നപ്പോ നമുക്ക് പഠിച്ചു, സിമ്പിൾ ആ ഡയറക്റ്റ് എഴുതിയാൽ മതി. പക്ഷെ മൈനസ് ആകുമ്പോൾ നോക്കിയേ, ഉദാഹരണം കാണിച്ചു തരാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്നാക്കും. സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം എന്തായി? മൈനസ് എക്സ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? മൈനസ് വെളിയിലോട്ട് എടുത്തിട്ടാൽ മതി. അപ്പൊ എന്താവും? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. എന്താവും? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി സൈൻ ഇൻവേഴ്സ് പോലെ തന്നെയാണ് അതിന്റെ റെസിപ്രോക്കലും. ഏതാ? കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്. മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വെളിയിലോട്ട് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. കണ്ടോ? വെളിയിലോട്ട് എന്തൊക്കെ എഴുതുക? മൈനസ്. ഇനി സൈൻ ഇൻവേഴ്സും ആയി കൊസീക്ക് ഇൻവേഴ്സും ആയി. അടുത്ത ഏതാ? ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആയിരുന്നപ്പോഴോ വെളിയിലോട്ട് എന്തൊക്കെയാ മതി? മൈനസ് ഇട്ടാൽ മതി. മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. കണ്ടോ? മൈനസ് കിടപ്പുണ്ട് കേട്ടോ. മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇവർക്ക് 3 പേർക്കും മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഒക്കെ എഴുതാൻ പറ്റുമോ? ഇല്ല, ഒരു പ്രശ്നമുണ്ട്. ഇനി ബാക്കിയുള്ള 3 ആൾക്കാരില്ലേ, നമ്മുടെ കോട്ട്, പിന്നെ ആരാ? സീക്ക്, കോസ്, ഇവർക്കൊക്കെ ഇങ്ങനെ ഒന്നും എഴുതാൻ പറ്റില്ല. ഈ 3 ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി. ഏതൊക്കെയാ? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ്. ആ മൈനസ് വെളിയിലോട്ട് ഇട്ടിട്ട് ചെയ്യാം. ഒരു ഉദാഹരണം കൂടെ കാണിച്ചു തന്നേക്കാൻ വേണ്ടി നോക്കിയേ. ഒരു ഉദാഹരണം കാണിച്ചു തരാം. സൈൻ ഇൻവേഴ്സ് മൈനസ് π/3 എന്നാണെങ്കിൽ നമ്മൾ എന്തെഴുതും? മൈനസ് വെളിയിലോട്ട് ഇടും. മൈനസ് സൈൻ ഇൻവേഴ്സ് എത്രയാവും? π/3 എന്നാക്കും. π/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 180/3 60 ആ അല്ലെ? അപ്പൊ മൈനസ് സൈൻ 60 എന്ന് എഴുതും. മൈനസ് സൈൻ 60 അല്ല, സൈൻ ഇൻവേഴ്സ് 60. സൈന്റെ ഏത് വാല്യൂവിനാണ് 60 വരുന്നത്? സൈൻ ഇൻവേഴ്സ് 60 എന്നല്ല, സോറി, മൈനസ് സൈൻ ഇൻവേഴ്സ്. ഓക്കെ, 1/2 എന്നാണ് വെച്ചു. അപ്പൊ സൈൻ ഇൻവേഴ്സ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒന്നുകൂടെ ചെയ്യാം. ഒറ്റ മിനിറ്റ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. ഒരു ഉദാഹരണം കാണിച്ചു തരാം. മൈനസ് സൈൻ ഇൻവേഴ്സ് മൈനസ് π/3 വരും. ഇങ്ങനെ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 എന്നാന്ന് വെച്ചു. സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2. അപ്പൊ സൈൻ ഇൻവേഴ്സ് മൈനസ് ആണ്. അപ്പൊ നമ്മൾ വെളിയിലോട്ട് ആ മൈനസ് ഇടും. മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്നാണ്. മനസ്സിലായല്ലോ? മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ്റെ ഏത് വാല്യൂനാണ് 1/2? സൈൻ 60ക്കാണ് എന്ത് 1/2? അല്ല, സൈൻ 30ക്കാണ് 1/2. 30 എന്ന് പറയുമ്പോൾ മൈനസ് 2 വെളിയിൽ 30 എത്രയാ? മൈനസ് π/3. മനസ്സിലായല്ലോ? നോക്കിയേ, ടാൻ ഇൻവേഴ്സ് -1 എന്നായിരുന്നു. അപ്പൊ ടാൻ ഇൻവേഴ്സ് വന്നാലും എന്ത് തന്നെയാ? വെളിയിലോട്ട് മൈനസ് ഇടുക. മൈനസ് ടാൻ ഇൻവേഴ്സ് 1 എന്നാവും അല്ലെ? മൈനസ് ടാന്റെ ഏത് വാല്യൂനാ 1? 45. അപ്പൊ π/4. മനസ്സിലായല്ലോ? മൈനസ് π/4. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി പക്ഷേ ഞാൻ പറഞ്ഞു, ഇത് 3 അല്ലാതെ വേറെ കുറെ 3 ആൾക്കാരുണ്ട്. സൈൻ ഇൻവേഴ്സും കൊസീക്കും ടാനും അല്ലാതെ. ആരാ? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്നാണെങ്കിൽ, കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്നാണെങ്കിൽ എന്തെഴുതും? നമ്മൾ വെറും മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നല്ല എഴുതുന്നേ, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. എന്തെഴുതും? പൈ മൈനസ് കോസ്. കേട്ടോ? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ആണെങ്കിൽ വെറും മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണോ? അല്ല, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അടുത്തതോ, കോസിന്റെ റെസിപ്രോക്കൽ ആരാ? സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്. അവിടെയും നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യും? പൈ മൈനസ് എന്തെഴുതും? നോക്കിയേ മക്കളെ, ഇവിടെ നമ്മൾ എന്തെഴുതും? പൈ മൈനസ് എന്താവും? സീക്ക് ഇൻവേഴ്സ് എക്സ്. പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. ഡയറക്റ്റ് എഴുതുമായിരുന്നോ? അല്ല, ഡയറക്റ്റ് എഴുതു അല്ലായിരുന്നു. കണ്ടോ? വെറും മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നാണോ? അല്ല, പൈ മൈനസ് ആക്കി. അതുപോലെ തന്നെ അടുത്ത് നോക്കിയേ,
കോസ് വൈസ് ഈക്വൽ. ഇനി ഒരാളും കൂടെ ഉണ്ട്, ആരാ? ടാന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ്. അവിടെയും എന്ത് ചെയ്യണം? നമ്മള് പൈ മൈനസ് ഇട്ട് എഴുതണം. പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് കേട്ടോ. പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ്. ഇവിടെ എല്ലാം പൈ മൈനസ് ഇട്ട് ചെയ്യണം. ഇവിടെ ഒക്കെ ഡയറക്റ്റ് മൈനസ് ഇട്ടാൽ മതി. പക്ഷെ ഇവിടെ എല്ലാം എന്ത് ചെയ്യണം? നമുക്ക് ഈ മൂന്നെണ്ണത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ മൂന്നെണ്ണത്തിനകത്ത് പൈ മൈനസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യണം. ഇവിടെ എല്ലാം എക്സ്ട്രാ ആയിട്ട് പൈ മൈനസ്, ഇവിടെ എന്നതാ ഡയറക്റ്റ് മൈനസ് ഇട്ട് മാത്രം കൊടുക്കാം. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഒരു ഉദാഹരണം നോക്കിയേ. ഇപ്പൊ കോസ് ഇൻവേഴ്സ് മൈനസ് എത്രയായിരുന്നു? √3/2 മൈനസ് √3/2. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പൈ മൈനസ് ആക്കണം. അപ്പൊ പൈ മൈനസ് നോക്കിയേ, എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിനെ. നോക്കിയേ, എന്താക്കണം? പൈ മൈനസ് എന്താക്കണം? കോസ് ഇൻവേഴ്സ് മൈനസ് വന്നോണ്ട് എന്താ? പൈ മൈനസ് കോസ് ഇൻവേഴ്സ്, ഇവിടെ മൈനസ് പോകും, കോസ് ഇൻവേഴ്സ് √3/2 എന്നാവും. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് √3/2. അപ്പൊ നോക്കിയേ, പൈ മൈനസ് കോസിന്റെ ഏത് വാല്യൂവിനാണ് √3/2? കോസ് 30ക്കാണ് √3/2. 30 എന്ന് പറഞ്ഞാൽ ഏതാ? π/6 അല്ലെ? 30 എന്ന് പറഞ്ഞാൽ ഏതാ? π/6. അപ്പൊ പൈ മൈനസ് π/6 ഇതിനെ ചെറുതാക്കണം. ക്രോസ് മൾട്ടിപ്ലൈ എന്ത് വരും? 6 × π 6π മൈനസ് 1 × π π ഡിവൈഡഡ് ബൈ 1 × 6 എത്രയാ? 6. 6π മൈനസ് π എത്രയാ? 5π/6 എന്ന് കിട്ടും. എന്ത് കിട്ടും? 5π/6. ഇനി ഇതൊക്കെ റേഞ്ചിലാണോ നോക്കണം. 5 × π/6ന്റെ വാല്യൂ 30 അല്ലേ? അപ്പൊ 5 × 30 എത്രയാ? 150. കുഴപ്പമില്ല, 180ക്ക് ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. കോസിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നല്ലോ, 180ക്ക് ഇടയ്ക്ക് വരണ്ടേ. അതുകൊണ്ട് ഇതും പോസിബിൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോബ്ലം ഒക്കെ എന്ത് ചെയ്യാം? നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. തിയറി ആദ്യം മനസ്സിലാക്കുക. തിയറി പഠിച്ചാലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എക്സസൈസ് 1ഉം എക്സസൈസ് 2 ഒക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഒന്ന് പറയാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 0 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതും? 0 എന്ന് തന്നെ എഴുതും. ആ സമയത്ത് 30 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? π/6 എന്ന് എഴുതും. ഇതൊക്കെ ഓർത്ത് വെക്കണം. 45 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? π/4 എന്ന് എഴുതും. ആ സമയത്ത് 60 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? π/3 എന്ന് എഴുതും. 90 ഡിഗ്രി ആണെങ്കിലോ? 90 ഡിഗ്രി ആണെങ്കിൽ π/2. 90 ഡിഗ്രി ആണെങ്കിൽ π/2. ആ സമയത്ത് പിന്നെ 180 ഡിഗ്രി ആണെങ്കിലോ? 180 ഡിഗ്രി ആണെങ്കിൽ π. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. 2π എന്ന് പറഞ്ഞാൽ എത്രയാ? 360 ഡിഗ്രി. ഇത് ഡിഗ്രിയിൽ നിന്ന് എങ്ങനെയാണ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സൈന് കോസ് ടാൻ. ഇപ്പൊ നമുക്കറിയത്തില്ലേ സൈൻ തീറ്റ, അതിന്റെ 0 ഡിഗ്രിയിലെ വാല്യൂ, 30 ഡിഗ്രിയിലെ വാല്യൂ, 60 ഡിഗ്രിയിലെ വാല്യൂ, 90 ഡിഗ്രിയുടെ വാല്യൂ, ഇതൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ള, നിങ്ങൾക്ക് അറിയാം എന്ന് കരുതുന്നു. ഇതും കൂടെ ഒന്ന് ഓർത്തുക. അറ്റ്ലീസ്റ്റ് സൈന് കോസ് ടാൻ എന്ന് ഓർത്തു വെക്കണം. സൈനും കോസും ടാനും, സൈനും കോസും ടാനും. നോക്കിയേ, ഇപ്പൊ സൈൻ തീറ്റ, സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 0 നമുക്കറിയാം. സൈൻ 30 എത്രയാ? 1/2. സൈൻ 60 എത്രയാ? √3/2. സൈൻ 90 1. പിന്നെ സൈൻ 180 ഉണ്ട്. സൈൻ 180 എന്ന് പറയുന്നത് 0. 180യുടെ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 180ക്ക് പകരം നിങ്ങൾ ഓർക്കേണ്ടത് 45 ഡിഗ്രിയുടെ പറയണം. 45 എത്രയാ? സൈൻ 45 1/√2. ആ സമയത്ത് കോസ് ആണെങ്കിലോ? കോസ് 0 എത്രയാ? കോസ് 0 1. കോസ് 30 എത്രയാ? √3/2. കോസ് 60 എത്രയാ? √1/2. കോസ് 60 എത്രയാ? 1/2. അതുപോലെ കോസ് 90 0. ഇത് തിരിച്ച് 0 1/2 √3/2 1. ഇത് തിരിച്ച് 0 1/2 √3/2. അതുപോലെ ടാൻ ആണെങ്കിലോ? ടാൻ 0 0. ടാൻ 30 എത്രയാ? 1/√3. ടാൻ 60 √3. ലാസ്റ്റ് ടാൻ 90 എത്രയാ? ടാൻ 90 എന്ന് പറയുന്നത് സൈൻ 90/0 ഇതാ മതി. ഇപ്പൊ എത്രയാ? ഇൻഫിനിറ്റി. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇതാലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കാണുക ഇത്രയും നേരം, എന്നിട്ട് മാത്രമേ ഉള്ള എക്സസൈസിലേക്ക് കടക്കാവുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മനസ്സിലായല്ലോ? അതായത് എക്സസൈസ് 2.1ലേക്ക് കടക്കാം. ഓക്കെ മക്കളെ, എക്സസൈസ് 2.1 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ എത്ര നേരം നമ്മൾ തിയറി പറഞ്ഞ, തിയറി പഠിപ്പിക്കാൻ എനിക്കും ഇഷ്ടമില്ല, തിയറി കേൾക്കാൻ നിങ്ങൾക്കും ഇഷ്ടമില്ലെന്ന് അറിയാം. നേരെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം നമ്പർ 1, അതായത് 2.1ൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. പെട്ടെന്ന് തീരുകയും ചെയ്യും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് -1/2. സൈന്റെ -1/2. സൈൻ വെറും സൈൻ ആണോ? അല്ല, സൈൻ ഇൻവേഴ്സ് -1/2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിയേ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സൈൻ ഇൻവേഴ്സിനകത്ത് -1, സൈൻ ഇൻവേഴ്സിനകത്ത് -1 എന്ത് ചെയ്യണം? മൈനസ് സൈൻ ഇൻവേഴ്സ് ആക്കണം അല്ലെ? മൈനസ് സൈൻ ഇൻവേഴ്സ് എന്താക്കണം? 1/2 എന്നാക്കണം അല്ലെ? സൈന്, കൊസീക്ക്, ടാന്, ഇവർക്ക് 3 പേർക്കും മൈനസ് അകത്ത് വന്നാൽ വെളിയിൽ മൈനസ് ഇടുക, അത്രേ ഉള്ളൂ. ഇനി നോക്കിയേ, മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2. സൈന്റെ ഏത് വാല്യൂവിനാ 1/2? ഞാൻ നേരത്തെ പറഞ്ഞു, സൈന്റെ ഏത് വാല്യൂവിനാ 1/2? സൈൻ 30 ആണ് 1/2. 30 എന്ന് പറഞ്ഞാൽ ഏതാ? 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6 എന്ന് നമ്മൾ പറയും. എത്ര പറയും നമ്മള്?
5/6. 30 ഡിഗ്രി കുറച്ചു മുമ്പേ പറഞ്ഞല്ലേ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതാ 5/6. അപ്പൊ മൈനസ് വെളിയിൽ കിടക്കാം. ഇത് റേഞ്ചിനുള്ളിൽ തന്നെയാ -5/2 to 5/2 തന്നെയാ കേട്ടോ. ഇത് -30 ആണ് കേട്ടോ. ഇനി നോക്കിയേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ നോക്കിയേ cos inverse √3/2. cos inverse √3/2 മൈനസ് ഇല്ല, പ്രശ്നമില്ല, ഡയറക്റ്റ് കണ്ടുപിടിക്കാം. കോസിന്റെ ഏത് വാല്യൂവിനാണ് √3/2? cos 60ക്കാണ് എത്ര √3/2. √3/2 ഇപ്പൊ cos 60ക്കാണ് √3/2. അങ്ങനെയാണെങ്കിൽ cos inverse √3/2 എത്രയാ 60 ഡിഗ്രി. cos inverse √3/2 എത്രയാ 60 ഡിഗ്രി. നമ്മൾ പക്ഷെ ഡിഗ്രി എങ്ങനെയാ സോറി cos 60 അല്ല √3/2 cos 30 ആണേ. നോക്കിയ മക്കളെ ചെറിയൊരു ഇത് വന്നു. cos 60 അല്ല cos 30. cos 30 ആണ് എത്ര √3/2. sin 30 1/2 cos 30 എത്രയാ √3/2. അപ്പൊ cos 30ക്കാണ് √3/2. cos 30ക്ക് √3/2. അപ്പൊ √3. അപ്പൊ ഇങ്ങനെ നോക്കിയേ cos അപ്പുറത്ത് പോകുമ്പോൾ cos inverse √3/2 എത്രയാ 30 ഡിഗ്രി. 30 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി നമ്മൾ എങ്ങനെ എഴുതുന്നേ 5/6 ഇങ്ങനെ എഴുതും 5/6. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാ 5/6. കഴിഞ്ഞേ സംഭവം തീർന്നു. അപ്പൊ സൈനും കോസും നേരെ നേരെ. ഇനി അടുത്ത കൊസീക്ക. ഞാൻ പറഞ്ഞു എനിക്ക് കൊസീക്ക ചെയ്യാൻ അറിയത്തില്ല. കൊസീക്ക് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ നേരെ ഇതിനെ പിടിച്ച് എന്തിലോട്ടാക്കും സൈൻ ഇൻവേഴ്സ്. എനിക്കറിയാം സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 2 എന്നുള്ള എന്താവും 1/2 ആവും കേട്ടോ. സൈൻ ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ എത്രയാ 5/6. സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ 30ക്കാണ് 1/2. സൈൻ 30നെ നമ്മൾ 5/6 എഴുതും. അപ്പൊ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതാ 5/6. തീർന്നില്ലേ? ഇത്രേ ഉള്ളൂ. ഈ 3 ക്വസ്റ്റ്യൻ പെട്ടെന്ന് തീർന്നു. ഇനിയും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. മക്കളെ 4 തൊട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പടപടാ നമ്മൾ തീർക്കാൻ വേണ്ടി പോവാം. നോക്കിയേ ടാൻ ഇൻവേഴ്സ് -√3. സിമ്പിളാ. ടാന്റെ അതിനകത്ത് മൈനസ് വന്നാൽ ടാന് സൈന് കൊസീക്ക്. ഇതിനകത്ത് മൈനസ് വന്നാൽ നേരെ മൈനസ് വെളിയിലിടുക. നേരെ മൈനസ് വെളിയിലിടുമ്പോ എന്ത് കിട്ടും -tan inverse √3. എന്താവും -tan inverse √3 ആകത്തില്ലേ? ടാൻ ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നു, വെളിയിലോട്ട് ഇടുക -tan inverse √3. ടാന്റെ ഏത് വാല്യൂവിനാ √3? നമുക്കറിയാം ടാൻ 60ക്കാണ് √3. 60 എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രിയാ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3. ഒരു മൈനസ് വെളിയിലുണ്ട്, മൈനസ് വെളിയിലുള്ളതുകൊണ്ട് -π/3. തീർന്നില്ലേ? ഇത്രേ ഉള്ളൂ കണ്ടോ. ടാൻ ഇൻവേഴ്സ് -√3 ആയിരുന്നു. ടാന്റെ ഏത് വാല്യൂവിനാണ് √3? ടാൻ 60ക്കാണ് √3. ടാൻ 60 √3. അപ്പൊ -π/3. എന്തുകൊണ്ടാ മൈനസ് വന്നത്? വെളിയിൽ ഒരു മൈനസ് കിടപ്പുണ്ട്. അതുകൊണ്ട് എന്തായി ടാൻ ഇൻവേഴ്സ് -√3 എന്നുള്ള എന്തായി -π/3. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കോസ് ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് -1/2. കോസിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ എന്താക്കണം π- കോസ് ഇൻവേഴ്സ്. പിന്നെ നെഗറ്റീവ് ഇടണ്ടോ? വേണ്ട. π- കോസ് ഇൻവേഴ്സ് 1/2. സിമ്പിളാ. π- കോസ് ഇൻവേഴ്സ് 1/2. പൈയുടെ ഏത് വാല്യൂവിനാണ് 1/2? സോറി പൈയുടെ അല്ല, കോസ് ഇൻവേഴ്സിന്റെ ഏത് വാല്യൂവിനാണ് 1/2? കോസ് 60ക്കാണ് 1/2. 60 എന്ന് പറഞ്ഞാൽ ഏതാ π/3. കണ്ടോ പൈനെ അതുപോലെ ഇറക്കി, മൈനസും അതുപോലെ തന്നെ ഇറക്കി. പിന്നെ കോസ് ഇൻവേഴ്സ് 1/2. കോസിന്റെ ഏത് വാല്യൂനാ 1/2? കോസ് 60 എന്ന് പറഞ്ഞാൽ π/3. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 3 × π 3π അല്ലെ 3π. പിന്നെ ഏതാ -1 × π π divided by 3. 1 × 3 3. അപ്പൊ നോക്കി ആദ്യം 3 × π 3π -1 × π π divided by 3. 3π - π 2π/3. 2π/3 ഇൻക്ലൂഡഡ് ആണല്ലോ. 2 × 60 എന്ന് വരും. 2 × 60 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി. 120 ഡിഗ്രി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, പ്രശ്നമില്ല കേട്ടോ. അതായത് 0 to 180 180ക്കുള്ളിൽ വന്നാൽ മതി. 2π/3 മനസ്സിലായല്ലോ. അപ്പൊ കോസിന്റെ അകത്ത് മൈനസ് വന്നാൽ π - കോസ് ഇൻവേഴ്സ് 1/2. π - കോസ് ഇൻവേഴ്സ് 1/2 എത്രയാ π/3. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3π - π/3. 3π - π 2π/3. അടുത്ത് നോക്കിയാൽ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ടാൻ ഇൻവേഴ്സ് -1. നേരത്തെ ടാൻ ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാൽ വെളിയിലിട്ടു. അതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് 1 ആക്കുക. ടാൻ ഇൻവേഴ്സ് 1. ടാന്റെ ഏത് വാല്യൂനാണ് 1? ടാന്റെ വാല്യൂ 45 ആകുമ്പോൾ 45നെ നമ്മൾ എങ്ങനെ എഴുതും π/4. തീർന്ന് കണ്ടോ -π/4. തീർന്നില്ലേ? അപ്പൊ ആറാമത്തെയും കഴിഞ്ഞു. ഇനി നമുക്ക് എത്രയാ ഏഴാമത്തെ സീക്ക് ഇൻവേഴ്സ്. എനിക്ക് ഇഷ്ടമില്ല സീക്ക്. അപ്പൊ ഞാൻ നേരെ എന്തിലേക്ക് കണ്ടും അതിന്റെ റെസിപ്രോക്കൽ കോസിലേക്ക് കൺവേർട്ട് ചെയ്യും. കോസ് ഇൻവേഴ്സ് 2/√3 എന്താവും തിരിയും √3/2. കോസിന്റെ ഏത് വാല്യൂനാ √3/2? cos 30 √3/2. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതാ? ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല അല്ലെ. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതാ? 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6 അല്ലെ. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6. cos 30 √3/2 അതായത് π/6. അടുത്ത നോക്കിയേ കോട്ട് ഇൻവേഴ്സ് √3. എനിക്ക് കോട്ട് ഇഷ്ടമില്ല. ഞാൻ നേരെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യും. ടാൻ ഇൻവേഴ്സ് √3 എന്നുള്ള എന്താവും തിരിയുമ്പോ എത്രയാവും
1/√3 ടാന്റെ ഏത് വാല്യൂനാ 1/√3? 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതാ? π/6. കണ്ടോ 7ന്റെ 8ന്റെ ഒരേ ആൻസർ കിട്ടി, π/6. ഇനി ലാസ്റ്റ് നോക്കിയേ 9ാമത്തെ 9 അല്ല 9 10 ഉണ്ട് കേട്ടോ. കോസ് ഇൻവേഴ്സ് മൈനസ് 1/√2. കോസ് വന്നാൽ എന്ത് എഴുതണം? പൈ മൈനസ് ആക്കണം. അപ്പൊ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2 എന്നുള്ള എന്താവും? മൈനസ് 1/√2 എന്താവും? പ്ലസ് 1/√2 ആണ് കേട്ടോ. പൈ മൈനസ് ഇട്ടിട്ട് ഇത് ഇപ്പൊ നോക്കിയേ, പൈ മൈനസ് കോസിന്റെ ഏത് വാല്യൂനാ 1/√2? സൈന്റെയും 45 1/√2, കോസിന്റെയും 45 1/√2. അപ്പൊ ഇവിടെ എന്താ 45 എന്നുള്ളത് നമ്മൾ എന്ത് എഴുതും? π/4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 4 × π 4π മൈനസ് 1 × π പൈ ഡിവൈഡഡ് ബൈ 4. കണ്ടോ 4 × π 4π മൈനസ് 1 × π ഡിവൈഡഡ് ബൈ 4. 4π മൈനസ് പൈ എത്രയാ? 3π/4 എന്ന് കിട്ടും. എത്ര കിട്ടും? ഇതിന്റെ ആൻസർ എത്രയാ? 3π/4. 3π/4. അപ്പൊ അതും കഴിഞ്ഞല്ലോ. ഇനി ലാസ്റ്റ് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ, കൊസീക് ഇൻവേഴ്സ് മൈനസ് √2. കൊസീക് ഇൻവേഴ്സ് മൈനസ് √2. കൊസീക്കിനെ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ എന്തിലേക്ക് കടക്കും? സൈൻ ഇൻവേഴ്സ്. അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സൈൻ ഇൻവേഴ്സ്. അപ്പൊ എത്രയാ? തിരിച്ചിടുമ്പോ √2 എന്നുള്ള എന്താ? റെസിപ്രോക്കൽ ആയിട്ട് എഴുതുമ്പോൾ 1/, ഇട്ടിട്ട് എഴുതും. 1/√2. സൈന്റെ ഏത് വാല്യൂനാ 1/√2? സൈൻ 45. സൈനിനകത്ത് മൈനസ് വന്നാൽ വെളിയിലോട്ട് ഇടുക. മൈനസ് സൈൻ ഇൻവേഴ്സ് 1/√2. കണ്ടോ ആ സൈനിനെ അകത്തുള്ള മൈനസിന് വെളിയിടുമ്പോ എത്രയായി? മൈനസ് π/4. 1/√2 എന്ന് പറഞ്ഞാൽ 45 അല്ലെ? 45 എന്ന് പറഞ്ഞാൽ ഡിഗ്രി എഴുതുമ്പോ എത്രയാവും? π/4. അപ്പൊ മൈനസ് π/4. മനസ്സിലായല്ലോ? 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സിമ്പിൾ ആയിരുന്നു, പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. നമുക്ക് അതും കൂടെ ചെയ്തിട്ട് നമ്മുടെ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ മക്കളെ, 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് 2-3 രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഒന്ന് നമ്മുടെ ഡയറക്റ്റ് വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച്, പക്ഷെ വേറെ രീതി ഉണ്ട്. അത് അഡാറ് സാധനം. അത് നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അത് ഞാൻ ഓർത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ ഓർത്ത്. പക്ഷെ ഈ പ്രോബ്ലത്തിൽ വന്നോണ്ടാവുന്ന പറഞ്ഞേക്കാം. ഒരു റൂൾ ഉണ്ട്, സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? π/2. കണ്ടീഷൻ എന്നതാ? സൈനും കോസും ആയിരിക്കണം, രണ്ടും സെയിം നമ്പർ ആയിരിക്കണം. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാ? എക്സ് തന്നെ ആവണമെന്നുണ്ടോ? ഏത് നമ്പർ വന്നാലും എന്തായിരിക്കും? സെയിം നമ്പർ വന്നാൽ ആൻസർ എത്രയാ? π/2. ഇപ്പൊ ഉദാഹരണം കാണിച്ചു തരാം. സൈൻ ഇൻവേഴ്സ് 5. സൈൻ ഇൻവേഴ്സ് 5 പോസിബിൾ അല്ല, എന്നാലും ചുമ്മാ പറയാം. സൈൻ ഇൻവേഴ്സ് 5 കോസ് ഇൻവേഴ്സ് 5 വന്നു. രണ്ടും സെയിം നമ്പർ ആയി. എത്ര ആൻസർ? π/2. ഒരു ഉദാഹരണം കാണിച്ചു തരാം. സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. ഇവിടെയും നോക്കിയ സെയിം നമ്പർ അല്ലേ? സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 മൈനസ് 1/2 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? π/2. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിച്ചേ. ടാൻ ഇൻവേഴ്സ് 1. ടാന്റെ ഏത് വാല്യൂനാ 1 വരുന്നത്? 45. ടാൻ 45 ആ 1. 45 ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? π/4 എന്ന് എഴുതും. ശരിയാണേ? പ്ലസ് ഇവിടെ ശ്രദ്ധിച്ചേടാ, ഇവിടെ ശ്രദ്ധിച്ചേ. സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. ഇത് സാധനമല്ല നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചത്. എന്താ? സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. സെയിം സാധനങ്ങളാ. സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് രണ്ടും അകത്ത് മൈനസ് 1/2 വന്നു കഴിഞ്ഞാൽ ആൻസർ എത്രയാ? π/2. എഴുതാൻ മേലേ? ഇനി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ഇതേ 2 × π 2π പ്ലസ് അടുത്തത് 4 × π 4π. കണ്ടോ 2π പ്ലസ് 4π കണ്ടല്ലോ. ഡിവൈഡഡ് ബൈ 4 × 2. 4 × 2 എത്രയാ? 8. 4π പ്ലസ് 2π എത്രയാ? 6π. 6π/8 എന്ന് കിട്ടത്തില്ലേ? വീണ്ടും ചെറുതാക്കാമല്ലോ. ഇത്ര എഴുതിയാലും ആൻസർ തന്നെയാ കേട്ടോ. ചെറുതാക്കുമ്പോൾ എത്ര വരും? 6ന്റെ പകുതി 3π, 8ന്റെ പകുതി 4. ഇതിന്റെ ആൻസർ എത്രയാ? 3π/4. സിമ്പിൾ അല്ലേ? ഇത് ഇങ്ങനെയും ചെയ്യാം, അല്ലാതെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും കണ്ടുപിടിക്കും. ഓക്കെ, ഏത് ചെയ്താലും എന്തായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. നോക്കിയ മക്കളെ, 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് കളയാം. കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഇവിടെ ഒരു വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 2 രീതിയിൽ ചെയ്യാം. ഈ ട്രിഗ്നോമെട്രി ആണെങ്കിലും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആണെങ്കിലും പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ. നോക്കിയേ, കോസ് ഇൻവേഴ്സ് 1/2 ഉണ്ട്, 2 സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. 2 എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2. ഈ സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ 2 സൈൻ ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. 2 സൈൻ ഇൻവേഴ്സ് വന്നാലാണ് 2 സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കിയേ, കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2 സെയിം അല്ലേ? കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് π/2. അപ്പൊ അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2 എത്രയാ? π/2 എന്ന് കിട്ടി. ഇനി നോക്കിയേ, സൈൻ ഇൻവേഴ്സ് 1/2. സൈന്റെ ഏത് വാല്യൂനാ 1/2? സൈൻ 30ക്കാണ് 1/2. സൈൻ 30 എന്ന് പറഞ്ഞാൽ ഏതാ? π/6. സൈൻ 30 എന്ന് പറഞ്ഞാൽ ഏതാ? π/6. സൈൻ 30ക്കാണ് 1/2. അപ്പൊ ഇത് സോൾവ് ചെയ്ത ആൻസർ ആയില്ലേ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 6 × π 6π, 2 × π 2π ഡിവൈഡഡ് ബൈ 6 × 2. 6 × 2 എത്രയാ? 12. 6π പ്ലസ് 2π 8π/12. ചെറുതാക്കാലോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2π, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
3. അപ്പൊ 2π/3 എന്ന് എഴുതാം. അപ്പൊ ഇത് മനസ്സിലാക്കണം 2 sin inverse 1/2 എന്നായിരുന്നു അല്ലെ. 2 sin inverse 1/2 എന്നായിരുന്നു. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കിയാക്കി sin inverse 1/2 പ്ലസ് sin inverse അല്ലെ. നമുക്കിപ്പം 2x എന്നാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്തൊക്കെ എഴുതാം x പ്ലസ് എക്സ് എന്ന് എഴുതാമല്ലേ. എക്സും എക്സും കൂടെ കൂട്ടിയാൽ 2x. അപ്പൊ അതേപോലെ തന്നെ sin inverse 1/2 പ്ലസ് sin inverse 1/2. ഇനി ഇത് മനസ്സിലായല്ലോ. ഇതെന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പേ 11ാമത്തെ ക്വസ്റ്റിനും അതുപോലെ തന്നെയായിരുന്നു. cos inverse x പ്ലസ് sin inverse x വന്നു കഴിഞ്ഞാൽ എന്താണ് ആൻസർ π/2. മനസ്സിലായല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും ചെയ്തു π/2, ഇവിടെ π/6. sin 30ക്കാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6π പ്ലസ് 2π 8π/12 വന്നിട്ട് 2π/3. നോക്കി 13ാമത്തെ ക്വസ്റ്റ്യൻ sin ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ y. അപ്പൊ വൈയുടെ വാല്യൂ എവിടെയാണ്? അതായത് sin ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് അല്ലേ ചോദിച്ചിട്ടുള്ളത്. sin ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് ഏതാ? -π/2 to π/2. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം പഠിച്ചതാ -π/2 to π/2. അപ്പൊ ഏതാ? ഓപ്ഷൻ ബി. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സസൈസ് തീർന്നു. സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആയിരുന്നു. ഇനി അടുത്ത എക്സസൈസ് ഉണ്ട്, അത് ഇച്ചിരി ടഫാണ്. നമുക്ക് എന്നാലും അതും ഈസി ആക്കാൻ ശ്രമിക്കാം. ഇനി അടുത്ത് നോക്കിയേ, ലാസ്റ്റത്തെ 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 14ാമത്തെ ക്വസ്റ്റ്യൻ tan ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2. tan ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2. ടാന്റെ ഏത് വാല്യൂനാ √3? tan 60 ആണോ? അല്ല. tan 30 ആണോ? tan 30 1/√3. അപ്പൊ tan 60 എത്രയാ? √3. tan 60 ആണ് ഏത്? tan 60 ആണ് √3. അപ്പൊ നോക്കിയേ, tan ഇൻവേഴ്സ് √3 എത്രയാ? 60. 60 നമ്മൾ എങ്ങനെ എഴുതും? π/3 എന്ന് എഴുതും. tan 60 എത്രയാ? π/3. അപ്പൊ നോക്കിയേ, സീക്ക് ഇൻവേഴ്സ് -2. സീക്ക് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണമെന്ന് പഠിച്ചിരിക്കുന്നത്? സീക്കിനാണെങ്കിൽ സീക്കിനോ കോസ് കോട്ട് ഇതാണെങ്കിൽ π മൈനസ് ആക്കണം. π മൈനസ് സീക്ക് ഇൻവേഴ്സ് 2 എന്നാക്കണം. π മൈനസ് സീക്ക് ഇൻവേഴ്സ് അല്ലെ. സീക്കിനകത്ത് മൈനസ് വന്നാൽ π മൈനസ് ആക്കണം. അപ്പൊ എത്ര കിട്ടും? π/3 മൈനസ് എന്ത് വരും? π മൈനസ് സീക്ക് ഇൻവേഴ്സ് 2. സീക്ക് ഇൻവേഴ്സ് 2 എനിക്ക് അറിയത്തില്ല, അതിന്റെ റെസിപ്രോക്കൽ അറിയാം, കോസ്. അപ്പൊ കോസ് ഇൻവേഴ്സ് 2 വരെ നമ്മൾ എന്ത് എഴുതും? 1/2 എന്ന് എഴുതും. അപ്പൊ നോക്കിയേ, π/3 മൈനസ് π മൈനസ് കോസ് ഇൻവേഴ്സ് 2. കോസ് ഇൻവേഴ്സ് 1/2. കോസിന്റെ ഏത് വാല്യൂനാണ് 1/2? കോസ് 60. 60 എന്ന് പറഞ്ഞാൽ ഏതാ? π/3. ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ പോരെ. എന്ത് കിട്ടും? π മൈനസ് ബ്രാക്കറ്റിനകത്ത് ഉണ്ട് ബ്രാക്കറ്റിനകത്ത് π മൈനസ് π/3 എന്നുണ്ട്. π മൈനസ് π/3 എത്രയാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3π മൈനസ് 1 into π ഡിവൈഡഡ് ബൈ 3. 3π മൈനസ് π 2π/3 എന്ന് കിട്ടും. 3π മൈനസ് π 2π/3. ഇപ്പൊ π മൈനസ് എന്ത് കിട്ടി ലാസ്റ്റ്? π മൈനസ് 2π/3. ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ ആയി. ഇപ്പൊ നോക്കി, π മൈനസ് 2π/3 സോൾവ് ചെയ്തേ. എന്ത് കിട്ടി? 3 into π 3π മൈനസ് 1 into 2π 2π ഡിവൈഡഡ് ബൈ 3. 3π മൈനസ് 2π π/3. 3π മൈനസ് 2π 3 π/3. ഇത് ഓപ്ഷൻസ് ആയിട്ടായിരുന്നു, പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നോക്കിയേ, സോറി പൈ അല്ലായിരുന്നു, ഇവിടെ എന്തായിരുന്നു? π/3 ആയിരുന്നേ. π മൈനസ് π/3 അകത്ത് ചെയ്തു. π മൈനസ് π/3 ചെയ്തപ്പോ നമുക്ക് 2π/3 കിട്ടി. വെളിയിൽ π മൈനസ് π/3 എന്നായിരുന്നു. അപ്പൊ π/3 മൈനസ് 2π/3. നോക്കിയേ, π/3 മൈനസ് 2π/3. ഡിനോമിനേറ്റർ സെയിം. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ ഡയറക്റ്റ് കുറച്ചാൽ മതി. ഒരു പൈയിൽ നിന്ന് 2π കുറച്ചാൽ മൈനസ് π/3. ഓപ്ഷൻ തെറ്റിപ്പോരുത്. ഏതായിരുന്നു? മൈനസ് π/3. ഏതായിരുന്നു ഓപ്ഷൻ? 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു, A B C D എന്ന് പറഞ്ഞു. അതിൽ ബി ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലായല്ലോ. tan ഇൻവേഴ്സ് √3 നമ്മൾ ഡയറക്റ്റ് tan 30 ആണോ √3? അല്ല, tan 60 ആണ്. അതുകൊണ്ട് π/3. സീക്ക് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നു. അപ്പൊ π മൈനസ് സീക്ക് ഇൻവേഴ്സ് 2 എന്ന് എഴുതി. സീക്ക് ഇൻവേഴ്സ് 2 നമുക്ക് കോസിന്റെ ടേംസിലാക്കാം. കോസ് ഇൻവേഴ്സ് 1/2 ആക്കി. കോസ് 60 ആണ് 1/2. കോസ് 60 എന്ന് പറഞ്ഞാൽ π/3. അപ്പൊ π മൈനസ് π/3. ഇത് ചെയ്തപ്പോ എത്ര കിട്ടി? 2π/3 കിട്ടി. വെളിയിൽ π/3 ഉണ്ട്. അപ്പൊ π/3 മൈനസ് 2π/3 എത്രയാ? മൈനസ് π/3 കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ഫസ്റ്റ് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറയില്ലേ, ഇത് നമ്മൾ ആദ്യം തിയറി വൃത്തിക്ക് പഠിക്കണം. തിയറി വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എളുപ്പമാണ്. കുറച്ച് തിയറിയുള്ള, കുറച്ച് തിയറിയും കുറച്ച് ഇക്വേഷൻസും ഉണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പം. അല്ലാതെ വലിയ പാടുള്ള ചാപ്റ്റർ ഒന്നും അല്ല ഇത്. എളുപ്പമായിട്ടുള്ള ചാപ്റ്റർ. ഇനി വരാൻ കിടക്കുന്ന ചാപ്റ്റർ ഒക്കെ ഉണ്ട്, ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ. അതൊക്കെ കുറച്ച് ടഫാ. പക്ഷെ നമുക്ക് എന്താക്കാം? സെറ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പൊളിക്കണം അല്ലെ. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ എന്ത് നമ്മുടെ റിസൾട്ട് ഒക്കെ വരാനായിട്ട്. പേടിക്കൊന്നും വേണ്ട, നല്ല നല്ല റിസൾട്ട് ആയിരിക്കും എല്ലാവർക്കും വരുന്നത്. ടെൻഷൻ ഒന്നും വേണ്ട. നന്നായിട്ട് പഠിക്കുക. +2 പറ്റി മാത്രം ചിന്തിക്കുക. +1 കഴിഞ്ഞു. ഇപ്പോഴും കുറെ ആൾക്കാർ വിളിക്കാറുണ്ട്, സാറേ ഈ ക്വസ്റ്റിന് മാർക്ക് ഇട്ട് തരുമോ, ആ ക്വസ്റ്റിന് മാർക്ക് ഇട്ട് തരുമോ എന്നൊക്കെ. കഴിഞ്ഞു. ഇനി എന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ? ഒരാവശ്യമില്ല അല്ലെ. നമ്മള് ഈ പറയുന്നത് ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ചുമ്മായ പറയാനേ ഉള്ളൂ നമുക്ക് പറ്റത്തുള്ളൂ. പ്രവൃത്തിയിൽ ഇതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ല, പേടിക്കേണ്ട. നല്ല മാർക്ക് കിട്ടും. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ഈ വീഡിയോ നന്നായിട്ട് കാണുക. ഇതിന്റെ പാർട്ട് 2 നമുക്ക് ഉടനെ ഇടാം. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.